ആപ്പായി. സേഫ് ബോക്സ് ആപ്പ് തട്ടിപ്പ് കേസിൽ നടൻ ജയസൂര്യയുടെ 39 ലക്ഷത്തിന്റെ സ്വത്തുക്കൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടി. സ്ഥാപനത്തിന്റെ ബ്രാൻഡ് അംബാസിഡറായിരുന്നു ജയസൂര്യ. 2 തവണ ജയസൂര്യയെ ഇഡി ചോദ്യം ചെയ്തിരുന്നു. അലാവുദ്ദീന്റെ അത്ഭുത വിളക്കുവരെ തോൽക്കുമെന്ന മട്ടിൽ കണ്ണഞ്ചിപ്പിക്കുന്ന വാഗ്ദാനങ്ങൾ. പ്രൊമോട്ട് ചെയ്യാൻ സാധാരണക്കാരെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കാൻ കഴിയുന്ന താരങ്ങൾ തന്നെ. അവസാനം എല്ലാം വെട്ടിപ്പാണെന്ന് മനസ്സിലാക്കി വലിയ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം വരുമ്പോഴാണ് ഈ സെലിബ്രിറ്റികളെല്ലാം വാ പൊളിക്കുന്നത്. ഓൺലൈൻ ലേല ആപ്പായിരുന്നു സേവ് ബോക്സ് ആപ്പ്. സ്ഥാപനത്തിന്റെ ഫ്രാഞ്ചൈസികൾ വരെ ലാഭത്തിൽ ലഭിക്കും. ആപ്പിന്റെ ഭാഗമായാൽ ആനുകൂല്യങ്ങളുടെ പെരുമഴയായിരുന്നു വാഗ്ദാനം. വിലക്കുറവിൽ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ വാങ്ങാം. അങ്ങനെ സേവ് ബോക്സ് ആപ്പിന്റെ ബ്രാൻഡ് അംബാസിഡറായി നടൻ ജയസൂര്യ എത്തുന്നു. പക്ഷേ തൃശൂരിൽ ലാഭവിഹിതം കിട്ടിയില്ലെന്ന് കാണിച്ച് സേവ് ബോക്സ് ഉടമ സാറ്റിക് റഹീമിനെതിരെ ആദ്യ കേസ് വന്നു. പിന്നീട് തുരുതുരാ കേസുകൾ. നടന്നത് കോടികളുടെ വെട്ടിപ്പെന്ന് കണ്ടെത്തി. കള്ളപ്പണ ഇടപാടിന് ചുമത്തുന്ന ECIR രജിസ്റ്റർ ചെയ്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസെടുത്തു. അപ്പോഴാണ് ആപ്പിലായ വിവരം ജയസൂര്യയും ഒരുപക്ഷെ അറിയുന്നത്. ബ്രാൻഡ് അംബാസിഡർക്ക് എത്ര തുക ലഭിച്ചു? തട്ടിപ്പിനെ കുറിച്ച് അറിയുമായിരുന്നോ? എത്രത്തോളം സാമ്പത്തിക ഇടപാടുകൾ തമ്മിലുണ്ട്? ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം തേടി 2 തവണ ജയസൂര്യയെ ED ആസ്ഥാനത്തേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു. പരസ്യത്തിൽ അഭിനയിച്ചതിന്റെ തുക മാത്രമേ ലഭിച്ചിട്ടുള്ളൂ എന്ന് മൊഴി. വിശദമായി പരിശോധിച്ച ED തട്ടിപ്പിലൂടെ സാറ്റിക് നേടിയ പണത്തിന്റെ പങ്ക് പറ്റിയിട്ടുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ജയസൂര്യയുടെ 39 ലക്ഷത്തിന്റെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയത്. പ്രൊമോട്ടർമാരായി പ്രവർത്തിച്ച മറ്റു നടന്മാരിലേക്കും അന്വേഷണം നീളും. പണത്തിനു വേണ്ടി മാത്രം ഈ ഓൺലൈൻ ചൂതാട്ടക്കാരെ, വാതുവെപ്പുകാരെ, കുശാഗ്ര ബുദ്ധിയോടെ വരുന്ന ആപ്പ് രാക്ഷസന്മാരെ ഇങ്ങനെ വളർത്തുന്നത് എന്തിനാണ്? ഓൺലൈൻ ഗാംബ്ലിംഗും ബെറ്റിംഗും തഴച്ചു വളരുകയാണ് ഇന്ത്യയിൽ. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന, പെട്ടെന്ന് പണമുണ്ടാക്കാൻ കൊതിക്കുന്ന സാധാരണ മനുഷ്യരാണ് ഈ തട്ടിപ്പ് സംഘങ്ങളുടെ ലക്ഷ്യം. ഇത്തരം വിവിധ ബെറ്റിംഗ് ആപ്പുകൾ 22 കോടിയിലേറെ ഇന്ത്യക്കാർ ഉപയോഗിക്കുന്നുണ്ടെന്നാണ് മാർക്കറ്റ് അനാലിസിസ് കമ്പനികളുടെ പഠന റിപ്പോർട്ടിൽ തന്നെ പറയുന്നത്. ഇതിൽ 11 കോടിയോളം പേരും സ്ഥിരം ഉപഭോക്താക്കളാണ്. ഇതിലേക്ക് മനുഷ്യരെ ആകർഷിക്കുന്നതാകട്ടെ സെലിബ്രിറ്റികളും ഇൻഫ്ലുവൻസേഴ്സും. വലിയ തട്ടിപ്പുകളിലൊന്നായി മാറിയ മഹാദേവ് ബെറ്റിംഗ് ആപ്പ് പ്രൊമോട്ട് ചെയ്തതിൽ EDക്ക് മുൻപാകെ എത്തിയത് രൺബീർ കപൂർ, ശ്രദ്ധ കപൂർ, ഉമാ ഖുറേഷി തുടങ്ങിയ താരങ്ങളാണ്. ഫെയർ പ്ലേ ബെറ്റിംഗ് ആപ്പ് പ്രൊമോട്ട് ചെയ്തതിന്റെ പേരിൽ നടി തമന്നയെ സൈബർ പോലീസ് ചോദ്യം ചെയ്തിരുന്നു. നടൻ സാഹിൽ ഖാന് മഹാദേവ് ബെറ്റിംഗ് ആപ്പിൽ ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയാണ് അറസ്റ്റ് തന്നെ ചെയ്തത്. തത്സമയ ഗെയിമുകളിലാണ് അനധികൃത വാതുവെപ്പ് കൂടുതലും നടക്കുന്നത്. ഇങ്ങനെയൊരു കേസുമായി ബന്ധപ്പെട്ട് ക്രിക്കറ്റ് താരങ്ങളായ ശിഖർ ധവാനും സുരേഷ് റെയ്നയും EDക്ക് മുൻപാകെ എത്തിയിരുന്നു. കോടികളുടെ നികുതി വെട്ടിപ്പും ആളുകളുടെ ജീവിതവും വെച്ച് പന്താടുന്ന ആപ്പ് രാക്ഷസന്മാർക്ക് പിന്തുണ നൽകുന്നത് ഒന്നും ആലോചിക്കാതെ പ്രമോഷൻ ഇറങ്ങുന്ന ഇത്തരം താരങ്ങളാണ്. കേരളത്തിൽ ഓൺലൈൻ ഗാംബ്ലിംഗ് ഉൾപ്പെടെ പ്രോത്സാഹിപ്പിച്ചതിന് ജനപ്രിയ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകൾ കേരള പോലീസ് പൂട്ടിച്ചിട്ട് അധികമായിട്ടില്ല. വയനാടൻ ബ്ലോഗർ എന്ന ഇൻസ്റ്റ ഉൾപ്പെടെ അക്കൗണ്ട് പൂട്ടി. ആപ്പുകളിൽ നിന്ന് പ്രമോഷന് വേണ്ടി വൻ തുക വാങ്ങുക, തങ്ങളുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടായത് ഈ ആപ്പിലൂടെ ഗെയിം കളിച്ചിട്ടാണെന്ന് പ്രചരിപ്പിക്കുക, ഇങ്ങനെ സമൂഹത്തിൽ ചിലന്തി വല തീർക്കുക. ഇന്ന് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാത്തവരായി അധികമാരും ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ ഈ ഇൻഫ്ലുവൻസേഴ്സും സെലിബ്രിറ്റികളും പറയുന്ന മോഹന വാഗ്ദാനങ്ങളിൽ പാവപ്പെട്ട മനുഷ്യരുടെ മനസ്സ് മയങ്ങിപ്പോകാം. അറിഞ്ഞോ അറിയാതെയോ ഇവരെല്ലാം തന്നെ ഒരു വലിയ പാപത്തിന്റെ ഭാഗമാവുകയാണ്. കാരണം സെലിബ്രിറ്റി സ്റ്റാറ്റസ് വളരെ ഉത്തരവാദിത്വത്തോടു കൂടി മാത്രം നിറവേറ്റുക, ഒരു കേസിനപ്പുറം വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് മാറ്റിവെച്ച തുക കൂടിയാണ് അവർ ഈ ആപ്പിൽ നിക്ഷേപിക്കുന്നത്. അതിൻ്റെ കണ്ണീർ ചുറ്റിലും സമൂഹത്തിലുണ്ട്. വിപിൻ സി വിജയൻ, 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.